പിന്നെ സഞ്ജുട്ടൻ്റെ ഒക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെക്കുറിച്ച്. നീ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. അച്ഛനിങ്ങനെ എന്താ പറയാ, വികാരം കൊണ്ട് വീർപ്പുമുട്ടുക. അടുത്തൊരു 10 വർഷ ശേഷം സഞ്ജു എവിടെയാണ് സഞ്ജുവിനെ കാണുന്നത്? പിന്നെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. മികച്ച ഒരു കളിക്കാരനായി സഞ്ജു ഉരുത്തിൽ. അച്ഛൻ്റെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. ഭയങ്കര അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രിക്കറ്റിൽ ഞാൻ എൻ്റെ 5ാം വയസ്സിൽ എനിക്ക് ബോൾ എറിഞ്ഞ് തുടങ്ങിയ അച്ഛനാണ്. 4ാം വയസ്സിൽ അച്ഛനാണ് ഞങ്ങളെ കളി പഠിപ്പിച്ച് തുടങ്ങിയത്. പിന്നെ ചെറിയ ഒരു വീട്ടിൽ ഞങ്ങളിവിടെ സ്റ്റമ്പൊക്കെ വരച്ച് പേനയൊക്കെ വരച്ച് അച്ഛനാണ് ബോൾ ഇട്ട് തന്നിരുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കളിയൊക്കെ, അങ്ങനെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഉറങ്ങേണ്ട സമയമാണ്. ബാക്കി എല്ലാവരും ഉറങ്ങും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അച്ഛൻ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലും ആ കോളനിയിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഒരു ടീമൊക്കെ ഉണ്ടാക്കി. അച്ഛൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ബോൾ എറിയിപ്പിച്ച്. ഞാൻ 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 22 വയസ്സുള്ള ആൾക്കാരൊക്കെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ വിക്കറ്റും കൂടെ അല്ല. അച്ഛൻ പറയും പകുതി നോടി വന്ന് എറിയാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഇനിയും ഞാൻ നല്ല വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആ സ്വപ്നം എത്തണം എനിക്ക്. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഞാൻ ഓരോ മാച്ച് ഔട്ടാകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് എന്താ പറയേണ്ടതെന്ന് ഒരു 10 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞിട്ടും വിളിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങും. അത്രയ്ക്കും കണക്റ്റഡ്, അല്ലെങ്കിൽ അത്രയ്ക്കും അച്ഛന് വേണ്ടി കളിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. അതാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇനിയും അതാണ് എന്നെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സഞ്ജുവിന് മറക്കാനാകാത്ത, ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതെ, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. ഇതിൻ്റെ ഓരോ മണൽത്തരിയും സഞ്ജുവിന് പരിചയമായിരിക്കും അല്ലേ? അതെ, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ്. ഇവിടെയാണ് സഞ്ജു എന്നുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ക്രിക്കറ്റ് താരം പിച്ച വെച്ച് തുടങ്ങി. ഡൽഹിയിൽ അച്ഛൻ കോളനിയിലുള്ള ചെറിയ കസർത്തുകളൊക്കെ നടത്തിയെങ്കിൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു സഞ്ജു? മെയിനായിട്ട് കളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും കളിയായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഡൽഹി പോലീസ് ജോലിയായിരുന്നു. ഞാൻ 7th പഠിക്കുന്നു, ചേട്ടൻ 8th പഠിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ അടുത്ത ആഴ്ച നിങ്ങൾ കേരളത്തിൽ പോകണം, മതി. അച്ഛൻ പെട്ടെന്നൊരു തീരുമാനം പറഞ്ഞു, ഇനി നമ്മൾ കേരളത്തിൽ കളിച്ചു തുടങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് കൊള്ളാം, ശരി, കളിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിക്കറ്റ് താരം ആക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. തീർച്ചയായിട്ടും ആ 5ാം വയസ്സിൽ അച്ഛൻ ആ ഒരു സ്വപ്നം കാണും. 5ാം വയസ്സിൽ അച്ഛന് എന്താണ് അച്ഛനൊരു ഫുട്ബോളറായിട്ട് ഫുട്ബോൾ വേണ്ടതില്ലെന്ന് തീരുമാനിച്ചെന്താണ്? ഇത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കണം, തിരിച്ച് വീട്ടിൽ എത്തിയാൽ ചോദിക്കണം. ഇങ്ങനെ ഞാൻ ചോദിച്ചെന്ന് പറയണം. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലോട്ടായത്. അപ്പോൾ അച്ഛൻ അവിടെ ജോലി, പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്തായിരുന്നു വീട് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോയിൽ ഇങ്ങനെ ഞാനും ചേട്ടനും അച്ഛനും ഓട്ടോ ഡ്രൈവറും ഒരു വലിയ കിഡ് ബാഗൊക്കെ നമ്മൾ മടി വെച്ച് ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ കോച്ച് ബിജു ജോസ് സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ സാർ അവിടെ നിന്ന് ചേട്ടനെ നേരെ ട്രയൽസിലേക്ക് വിട്ടു. നാളെ ട്രയലാണ്, അങ്ങോട്ട് ട്രയലിന് പോകണം, Under 16 ഡിസ്ട്രിക്ട് ട്രയലാണ്, കറക്റ്റ് സമയത്താണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സെലക്ഷനെ കളിച്ചിട്ട്. അപ്പോൾ അച്ഛൻ നമുക്കവിടെ ട്രയൽസ് പോലെ കോച്ച് പറഞ്ഞു, നമ്മൾ ഒരു ദിവസം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കുട്ടികളെന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനും ചേട്ടനും ബാറ്റ് ചെയ്ത്. അപ്പം ചേട്ടൻ നന്നായിട്ട് ബാറ്റ് ചെയ്ത്, എനിക്ക് ബോളൊന്നും ബാറ്റ് കൊള്ളുന്നില്ല. അപ്പോൾ എൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, നോക്കി കളിയടാ. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിച്ച് ഒന്നും നടന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവൻ നന്നായിട്ട് ഓസ്പിൻ എറിയും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓസ്പിൻ എറിഞ്ഞു. നെറ്റ്സിൽ ഓസ്പിൻ എറിഞ്ഞപ്പോൾ ഓസ്പിന് നെറ്റിലൊക്കെ കുരുങ്ങിയിരുന്ന് നെറ്റിൻ്റെ പുറത്തൊക്കെ പോയി ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ കോച്ച് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അവന് ബോളിങ് ശരിയാവുന്നില്ലല്ലോ, കൈ എന്തോ ചക്കിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവൻ വിക്കറ്റ് കീപ്പർ കൂടെയാണ്, അവനെ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിക്കറ്റ് കീപ്പർ ആവണത്.
അപ്പോൾ ആണോ കീപ്പറാണോ? കീപ്പർ കേരളത്തിൽ കീപ്പർ ആവശ്യമുണ്ട് ബിസാറ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്ലൗ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലൗ ഇട്ടപ്പോൾ എനിക്ക് ഫീൽഡിങ് നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലൗ ഇട്ടപ്പോൾ ബോൾ നന്നായിട്ട് പിടിച്ച് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് അപ്പൊ അച്ഛൻ ആദ്യം മറ്റേ ബാറ്റിങ്ങിൽ അവിടെ പാളി, അത് കഴിഞ്ഞ് ബോളിങ്ങിൽ പോയി, അവിടെ പാളി. ഇത് മാത്രമല്ല നെറ്റ് പൊട്ടിച്ചു. അങ്ങനെ മൂന്നാമത് ഗ്ലൗസ് കയറിയിട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചു. അപ്പൊ അവിടെയാണ് സംഭവം കോർത്തത്. അതെ, അവിടെയാണ് സാറിന് ഇഷ്ടപ്പെട്ട്. പിന്നെ നെറ്റ്സിൽ പക്ഷേ അച്ഛൻ്റെ ആ ഒരു പിടുന്നനെയുള്ള കോമൺ സെൻസ് അത് വർക്കൗട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ സഞ്ജു വേണമെങ്കിൽ എന്തെന്തേക്കുമായിട്ട് പുറത്തു പോയി. തീർച്ചയായിട്ടും. അപ്പോഴൊക്കെ നമുക്ക് തോന്നും പക്ഷേ അച്ഛൻ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ദിവസമല്ല അടുത്ത ദിവസം ഞാൻ നന്നായിട്ട് എറിഞ്ഞോളാം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ ദിവസം നിർണായകമായിരുന്നു. ആ ദിവസം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്ന് കീപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യ ടീമിന് വേണ്ടി കീപ്പറായിട്ട് പോയി. കണ്ടോ, അച്ഛൻ ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഔട്ടായേനെ. അന്ന് നെറ്റ് പൊട്ടിപ്പോയ ആ ബോളിന്റെ കൂടെ പുറത്തേക്ക് പോയേനെ. അമ്മ വയ്ക്കുന്ന ഭക്ഷണത്തിൽ ഏതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചാരൂട്ടിക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ അറിയാമോ? അമ്മ അത് പറഞ്ഞപ്പോ അമ്മ എത്തി. സഞ്ജുവിന് ഏതാണ് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം? ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയാണ്. പക്ഷെ ഒരെണ്ണം എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ബിരിയാണി ഇഷ്ടമാണ്. ചാരുവിനെ ഇനി പാചകം പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സഞ്ജുവിന് അമ്മ തന്നിരിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, ഫിഷ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തോ സഞ്ജുവിന്? സഞ്ജു കഴിച്ചിട്ട് കൊള്ളായിരുന്നു. പക്ഷെ പിന്നെ ചാരു പക്ഷെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും സഞ്ജു കഴിച്ചപ്പോൾ അത് ചിക്കനാണെന്ന് തോന്നി. കറക്റ്റായി പിടിച്ചല്ലേ പോയെന്ന് വിചാരിച്ചു. നോക്കണ്ട, ഫിഷ് ആയിരുന്നു അത്. ഫിഷ് ആയിരുന്നു. ഉറപ്പിച്ച് പറ. അത് ഷാരൂര് മാറിപ്പോയതാണോ സഞ്ജു മാറിപ്പോയതാണോ? എന്തായാലും ആർക്കും ഒരാൾക്ക് മാറിപ്പോയിരിക്കണം. നല്ല ഫിഷാണ്, നല്ല ചിക്കനാണെന്ന് പറഞ്ഞ ശേഷം ഇപ്പൊ പറയാണ് നല്ല ഫിഷാണെന്ന്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പേരൊക്കെ എഴുതി ഒട്ടിക്കണം. ദിസ് ഇസ് ചിക്കൻ ബിരിയാണി, ദിസ് ഇസ് ഫിഷ് ബിരിയാണി. അല്ലെങ്കിൽ മൂപ്പർക്ക് ഇത് മാറിപ്പോവും കേട്ടാ. എന്തായാലും ഒരു പുതിയ രഹസ്യം ഞാൻ കിട്ടിയിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് ചാരു ഉണ്ടാക്കിയത്.